ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ നമ്മൾ സഫാരി പാർക്ക് ഷാർജയിൽ പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് സീബ്രയാണ് കേട്ടോ. മോനെ വണ്ടിയുടെ സൈഡ് സീറ്റിലാണ് ഇരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ അവൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരുതരം മാനുകൾ, കാട്ടുപോത്തുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ കാട്ടുപോത്തിനെയാണ് കേട്ടോ. കാട്ടുപോത്തുകളും മാനുകളൊക്കെയാണ് ഇവിടെ കൂടുതലായും നമ്മൾ കണ്ടത്. മാനിനെ കണ്ടോ, എന്ത് ഷേപ്പാണല്ലേ, പ്രത്യേകതരം മാനുകളെ പിന്നെയും പിന്നെയും കാണുന്നത് കൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. എങ്കിലും ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് എല്ലാം കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എന്താണ്, ഇതും കാട്ടുപോത്തുകളാണെന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. വളരെ ചെറിയ ഫോട്ടോ ആയതുകൊണ്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഇനി നമുക്ക് കാണേണ്ടത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. മുതലക്കുഞ്ഞുങ്ങളെ കണ്ടോ? മുതലക്കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് മുതലകളുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ മുതലകളെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പിന്നെയും മുന്നോട്ട് യാത്ര തുടർന്നു. നിറയെ കാടൊക്കെയാണ് കേട്ടോ. ഈ കാടൊക്കെ കാണുമ്പോൾ പിന്നെയും ഇടുക്കിയെ ഓർത്തു പോവുകയാണ്. കണ്ട കാഴ്ചകൾ തന്നെയാണ് പിന്നെയും പിന്നെയും കാണുന്നത് കേട്ടോ, കൂടുതലും. എന്നിട്ടും നമ്മൾ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു. പ്രത്യേക തരത്തിലുള്ള കുടിലുകളൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ വിശ്രമ സ്ഥലത്തെത്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ വിശ്രമ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു ഗ്രോസറി ഉണ്ട് കേട്ടോ, ഒരു ബേക്കറി. അവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. വലിയ വിലയൊന്നുമില്ല കേട്ടോ. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സാധനങ്ങൾക്ക് നല്ല വിലയായിരിക്കും, പക്ഷേ ഇവിടെ അധികം വിലയൊന്നുമില്ല. അവിടെ വിശ്രമിച്ച ശേഷം യാത്ര തുടരാനാണ് പരിപാടി. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ കണ്ടൊരു കുടിലാണ് കേട്ടോ. ഇത് ആഫ്രിക്കൻ മോഡൽ ആയിട്ടുള്ളൊരു കുടിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടുത്തെ ജോലിക്കാരൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് സ്നാക്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല ചൂടത്ത് നിന്നൊന്ന് വന്നത് കാരണം ആ ഒരു ഭക്ഷണം നമുക്ക് ഭയങ്കര ഉഷാറ് തന്നു കേട്ടോ. അപ്പോൾ അവിടെ വേറെയും 1-2 വണ്ടികൾ വന്നു, വേറെയും കുറച്ച് ആളുകൾ വന്നു വിശ്രമിക്കാൻ വേണ്ടി. അങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാനും മോനും കൂടെ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവർ പറഞ്ഞൊരു 40 മിനിറ്റ് അവിടെ നമുക്ക് സമയമുണ്ടെന്നാണ് പറഞ്ഞത്. ആ 40 മിനിറ്റും നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ആ കടയിൽ, തൊട്ടടുത്തുണ്ടായിരുന്ന കടയിൽ നല്ല ചിലവായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ ഐസ്ക്രീമും ലൈസും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ചില്ലായിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ഇനി കണ്ട കാഴ്ച, നമ്മൾ ഓരോരുത്ത ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടോ. ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുന്നത് കണ്ടോ. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ തൊലിക്കെട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഓർത്ത് പോയി. ഇതേ കാണുന്നത്, ദൂരെ കാണുന്നത് സിംഹമാണ് കേട്ടോ. സിംഹം ഇങ്ങനെ കാലൊക്കെ മുകളിലേക്ക് വെച്ച് പൂച്ചയൊക്കെ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊന്നും കാണാൻ പറ്റിയില്ല, ദൂരെയാണ് സിംഹത്തിനൊക്കെ കാണാൻ പറ്റിയത്. ഇനിയും സിംഹം ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ നമ്മുടെ കാഴ്ചയിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച. നമ്മൾ ജിറാഫിനെ കാണാൻ പോവുകയാണ് കേട്ടോ. ജിറാഫിൻ്റെ കുറച്ച് കാഴ്ച ഇപ്പോൾ കാണിച്ചു തരാം, ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ